ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം നടത്തി. ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് സൌജന്യമായി ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും നെടുങ്കണ്ടം കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികാനുസ്മരണം നടത്തി. തുടർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിലധികമായി കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ താലൂക്ക് ആശുപത്രിയിൽ സൌജന്യമായി ഉച്ചഭക്ഷണം വിതരണം ചെയ്തു വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയോടുള്ള ആദരസൂചകമായി ഇന്നത്തെ ഉച്ചഭക്ഷണ വിതരണത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും പങ്കാളികളാകുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തില് കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും ചേർന്ന് സംയുക്തമായി താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുക എന്നത് സർക്കാർ നല്ല ഒരു കൃത്യം ഞങ്ങൾ ചെയ്തു. ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമാണ്, ഒരു ആശ്വാസം വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയൊക്കെ പകരം ഉമ്മൻചാണ്ടി അല്ല മറ്റാരുമില്ല. കാരണം പറഞ്ഞാൽ നിരവധി അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ നഷ്ടം മലയാളികൾക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നില്ല. ഉച്ചഭക്ഷണ വിതരണത്തിന് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി.കെ. ഷാജി, ജില്ലാ ട്രഷറർ ബി.എ. ജോസഫ്, കെ.എ. രാജൻ, എം.ജെ. മാത്യു, ടി.എം. ഏലിയമ്മ, കാരുണ്യ ഭാരവാഹികളായ റെജി ആശാരികണ്ഠം, കെ.ആർ. രാമചന്ദ്രൻ, ജുബി സെബാസ്റ്റ്യൻ, മറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.